നമസ്കാരം. മൈസെൽഫ് റസ്ബൻ അസീസ്. ഞാൻ ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ BHMS വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് തലവേദന. പക്ഷെ നമ്മൾ അതിനെ എപ്പോഴും നിസ്സാരമായിട്ട് കാണാറാ പതിവ്. പക്ഷെ ഓരോ ചെറിയ തലവേദനയും മറ്റു വലിയ അസുഖങ്ങൾക്കുള്ള ഒരു സൂചനയാണെന്ന് എത്ര പേർക്ക് അറിയാം? സോ ഇന്ന് നമ്മുടെ കൂടെ തലവേദന എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ സംസാരിക്കാനായിട്ടുള്ളത് ഡോക്ടർ റാക്കിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ഓഫ് GHMC കോളേജ് കാലിക്കറ്റ്. സർ നമസ്കാരം. താങ്ക് യു സോ മച്ച്. സർ, എന്താണ് ശരിക്കും തലവേദന? പലപ്പോഴും നമ്മുടെ തലയ്ക്കുള്ളിൽ നമ്മുടെ മസ്തിഷ്കവും ബ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ട്രക്ചേഴ്സിനൊക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ആവരണമാണ് നമ്മുടെ തല. മാത്രമല്ല ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സന്തുലിത അവസ്ഥയിലാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു എൻവയോൺമെന്റ് ആണ് ഇതിനൊക്കെ വച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സന്തുലിതാവസ്ഥ അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ അതിൽ പറയും, അല്ലെങ്കിൽ ഒരു ബെറ്റർ ബാലൻസ് സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് അതിൽ പറയും. എന്നാണോ നമ്മുടെ തലയിലുള്ള ഈ ബാലൻസിങ് മാറുന്നത്, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ തലയിലുള്ള സ്ട്രക്ചേഴ്സിന് ഒരു ഇറിറ്റേഷൻ, അല്ല അതിന് സാധാരണ അത് പ്രവർത്തിക്കുന്ന പ്രവർത്തനക്ഷമത ഇല്ലാതാവുന്ന ഏതൊരു അഡ്വേഴ്സ് സിറ്റുവേഷൻസിലും തലയിലുള്ള സംവേദനശേഷി എന്ന് വെച്ചാൽ വേദന ഗ്രഹിക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് തലവേദനയായിട്ട് മാറും. സോ ഇപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തലവേദന ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് മൈഗ്രെയിൻ. ശരിക്കും എങ്ങനെയാ നമുക്കൊരു മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? അപ്പൊ തലവേദന പല രീതിയിലുണ്ട്. തലവേദന നമ്മൾ ഒരു സാധാ തലവേദന, ഫോർ എക്സാമ്പിൾ ഒരു ജലദോഷം വന്നു തലവേദന, അല്ലെങ്കിൽ ഒരു പനി ബാധിച്ചു കഴിഞ്ഞാൽ തലവേദന വരും. എന്തിന്? നമ്മുടെ ശരീരത്തിലെ തലയ്ക്ക് എന്തെങ്കിലും ചെറു കുരു വന്നു കഴിഞ്ഞ് പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരും. സൈനസൈറ്റിസ് വന്ന തലവേദന. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്ന തലവേദനയാണ്. സോ ഇവിടെ ഈ തലവേദനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തലവേദന ഉണ്ടാകാൻ വേറൊരു സാഹചര്യമുണ്ട്. തലയ്ക്ക് പുറത്ത് ഇപ്പൊ പനി എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിന്റെ എവിടെയെങ്കിലും ആയിരിക്കും ഇൻഫ്ലമേഷൻ വന്നത്, നീർക്കെട്ട് വീഴുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. അപ്പൊ ഈ വല്ല ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തും ഉണ്ടാവുന്ന ഒരു പത്തോളജി, ഒരു അസുഖം കാരണം നമുക്ക് തലവേദന ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ അസുഖം നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ തലവേദന പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. സോ ഈ ഒരു അവസ്ഥയിൽ തലവേദന ഒരു രോഗലക്ഷണം മാത്രമാണ്. അങ്ങനെ തലവേദന ഉണ്ടാവാം. തലവേദന ഒരു രോഗലക്ഷണമായി വേറൊരു രോഗത്തിന്റെ ഭാഗമായിട്ട് വരാം. ഇങ്ങനെയുള്ള തലവേദന നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് കണ്ടു. ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ, ജലദോഷം വന്നാലോ, സൈനസൈറ്റിസ്. അപ്പൊ സൈനസൈറ്റിസിന് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തലവേദന മാറും. അപ്പൊ ഇങ്ങനെയുള്ള ഹെഡേക്കിന് തലവേദന സെക്കൻഡറി ഹെഡേക്ക്, അതായത് ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട്, ഒരു പത്തോളജിയുടെ ഭാഗമായിട്ട് വരുന്ന തലവേദനയാണ് കൂടുതലും നമ്മൾ കാണുന്നത്. രണ്ടാമത് വരുന്ന തലവേദന എന്ന് പറയുന്നത് അത് രോഗലക്ഷണമായിട്ടല്ല, ഒരു രോഗമായിട്ട് തന്നെ വരും. അതിന്റെ പിറകിലുള്ള നീതിശാസ്ത്രവും അല്ലാതെ ഉണ്ടാവുന്ന കാരണമൊക്കെ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തലവേദനയും മാറും. അപ്പൊ അങ്ങനെയുള്ള തലവേദനയുണ്ട്. തലവേദന ഒരു അസുഖമായിട്ട് പ്രസന്റ് ചെയ്ത് അത് വളരെ കാലത്തോളം നമ്മുടെ സ്വൈരവിഹാരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് ആ രീതിയിലുള്ള തലവേദന നമ്മൾ പ്രൈമറി തലവേദന, അതായത് തലവേദന രോഗമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതാണ് പ്രൈമറി ഹെഡേക്ക്. അപ്പൊ ഈ പ്രൈമറി ഹെഡേക്കിൽ പെടുന്ന ഒരു രോഗമാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദന അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ കണ്ടു, സെക്കൻഡറി ഹെഡേക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. കാരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തലവേദന പോയി. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും തലവേദന, 1-2 ദിവസത്തേക്ക്. പിന്നെ അത് വരണമെങ്കിൽ പിന്നെ ഏതെങ്കിലും സൈനസൈറ്റിസ് വരണം. അപ്പൊ അത്രയും നേരം നമുക്ക് സമയമുണ്ട്. അപ്പൊ അതൊരു രോഗലക്ഷണമാണ്. ഇവിടെ രോഗം സൈനസൈറ്റിസ് ആണ്, ലക്ഷണമാണ് തലവേദന. സൈനസൈറ്റിന് മറ്റു പല രോഗലക്ഷണം, മൂക്കടപ്പുണ്ടാവാം, ഫേഷ്യൽ പെയിൻസ് ഉണ്ടാവാം, ശബ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വേറൊരു രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അതൊരു രോഗമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏർപ്പെടുന്ന ഒരു കലാപരിപാടിയാണ്. സോ അതുകൊണ്ട് ഇതിന് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയും. അത് എന്താണെന്ന് വെച്ചാൽ ഒരു രോഗം തന്നെയാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ രോഗലക്ഷണമല്ല. അതുപോലെ നമുക്ക് കുറച്ചൊരു തലവേദനകളുണ്ട്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് രോഗമായിട്ട് തന്നെ നമ്മളെ ശരീരത്തിലേക്ക് വന്ന് ഒരുപാട് കാലം നമ്മൾ ബുദ്ധിമുട്ടിച്ച് നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ജീവിത സൗഭാഗ്യങ്ങളൊക്കെ കെടുത്തുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ സൗര്യം കെടുത്തുന്ന തലവേദനകളുണ്ട്. ഒന്ന് ടെൻഷൻ ഹെഡേക്കാണ്, വളരെ കോമൺ ആയിട്ട് കാണും, പ്രൈമറി ഹെഡേക്ക് ആണ്. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ ഒരു രോഗമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ഇങ്ങനെ 3 തരത്തിലാണ് പ്രൈമറി ഹെഡേക്സ് ആയിട്ടുള്ളത്. ഈ പ്രൈമറി ഹെഡേക്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ടെൻഷൻ ഹെഡേക്ക് ആണ്.
ആൾക്കാരൊക്കെ പറയും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ടെൻഷൻ ഭയങ്കരമായിട്ട് വരുന്ന ആൾക്കാർ, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും പിന്നെയും തലവേദന വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തലയോട്ടിന് ചുറ്റുമുള്ള കുറച്ച് മസിൽസ് ഉണ്ട്, ആ മസിൽസ് വലിഞ്ഞു മുറുകും, അതുകൊണ്ട് തലവേദന ഉണ്ടാവാം. നമുക്ക് തൊപ്പിയിട്ട പോലെ അല്ലെങ്കിൽ ഒരു കയറ്, ഒരു ഒരു ചണം നമ്മൾ വലിഞ്ഞു മുറുക്കിയത് പോലെ തലക്ക് ചുറ്റും ഒരു പ്രഷർ കാണാം. അങ്ങനെയാണ് നമ്മൾ പ്രൈമറി ഹെഡേക്കിൽ കാണുന്നത്. പിന്നെ വരുന്നത് മൈഗ്രെയിൻ. തലവേദന മാത്രമല്ല, അത് നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്നത്, നാഡീവ്യൂഹത്തിന് സപ്ലൈ ചെയ്യുന്ന ഒരു വാസ്കുലേച്ചർ, അതിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളെയും അതുപോലെ തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. സോ മൈഗ്രെയിനെ എഫക്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മൈഗ്രെയിൻ വരാനുള്ള അല്ലെ, മൈഗ്രെയിൻ സാധാരണ നമുക്ക് വരുന്നത് ഇപ്പൊ ഫാമിലിയിൽ എല്ലാവർക്കും മൈഗ്രെയിൻ ഉണ്ട്, ചിലപ്പോൾ നമുക്ക് മൈഗ്രെയിൻ വരാം. ജനറ്റിക് ആയിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. എന്തുകൊണ്ട് എക്സാക്ട്ലി വരുന്നത് എന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ഈ മൈഗ്രെയിനിൽ പൊതുവെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ലൈക്ക് ഈ ഭക്ഷണശീലങ്ങൾ കാരണം വരാം. ഇതിലിപ്പോ നമ്മൾ വരുന്ന ട്രിഗർ ഫാക്ടേഴ്സിലാണ്. ഏതൊക്കെ കണ്ടീഷൻസ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് തലവേദന വല്ലാണ്ട് അധികരിക്കുന്നത്, തലവേദന ഉള്ളവർക്ക്, മൈഗ്രെയിൻ ഉള്ളവർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ തലവേദന വരും എന്നാണ് റെസ്പിന്റെ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, പൊതുവേ നമ്മുടെ ഈ മൈഗ്രെയിൻ വരുന്ന ആൾക്കാർക്ക് മിക്കവാറും അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. അതില്ലാതെയും വരുന്ന ആൾക്കാർക്കുണ്ട്. അങ്ങനെ അതിന് എന്താണ് പ്രത്യേകിച്ച് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. മൈഗ്രെയിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ ഇൻട്രിക്കസീസ് ഇപ്പോഴും ഗ്രാഹ്യമല്ല. നമ്മൾ ഈ മൈഗ്രെയിൻ വരുന്ന പേഷ്യൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സെൻസിറ്റീവാണ്. അവരുടെ സെൻസിറ്റിവിറ്റി ഏത് ലെവലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇമോഷണലായിട്ടും എല്ലാ രീതിയിലും അവർ സെൻസിറ്റീവാണ്. അപ്പൊ ഞാൻ ഈ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പല കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു AC റൂമിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ മൈഗ്രെയിൻ ഉള്ള ഒരു പേഷ്യന്റ് ചിലപ്പോൾ മൈഗ്രെയിൻ വരാനുള്ള സാഹചര്യമായിരിക്കും, ഹെൽത്ത് സെൻസിറ്റിവിറ്റി. അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പല കല്യാണത്തിനും പോകുന്നുണ്ട്, പല ആൾക്കാരും അവരുടെ പ്രൊഫൈൽ കൂട്ടാൻ വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള, വളരെ ആസ്വാദികരമായിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആസ്വദിക്കുന്ന കാര്യമാണ്. പക്ഷെ മൈഗ്രെയിൻ ഒരു പേഷ്യന്റ് അവിടെ പോയി ഈ ഒരു ചെറിയൊരു സ്മെല്ല് എവിടെയെങ്കിലും വളരെ ദൂരത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ തലവേദനയുള്ള സാഹചര്യമാണ്, സെൻസിറ്റിവിറ്റിയാണ്. നല്ലൊരു സദ്യക്ക് പോയി ഭക്ഷണം കഴിച്ചു, ഭക്ഷണം നല്ല ഭക്ഷണമായിട്ട് കുറച്ച് കൂടുതൽ കഴിച്ചു, മൈഗ്രെയിൻ വരാനുള്ള സാഹചര്യമാണ്. അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, പക്ഷെ ഇന്ന് കഴിക്കുമ്പോഴേക്കും 1:10 പോയി. മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് രോഗം, ഈ തലവേദന അധികരിക്കാൻ ഇതിൽ കൂടുതൽ വേറെ സാഹചര്യമൊന്നും വേണ്ട. അങ്ങനെ പല രീതിയിൽ നമുക്ക് ട്രിഗേഴ്സ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. മൈഗ്രെയിൻ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. മൈഗ്രെയിൻ ഉള്ള ഒരു പേഷ്യന്റിന് ഈ രോഗാവസ്ഥ അധികരിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ ട്രിഗേഴ്സ് എന്ന് പറയും. അതിപ്പോ റെസ്പിൻ ചോദിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൃത്യസമയത്തുള്ള ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ല, ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വന്നു, വയലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, എൻവയോൺമെന്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടായി, പെട്ടെന്ന് തണുപ്പ് കൂടി തലവേദന വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്, നമുക്ക് നാളെ പരീക്ഷയാണ്, അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ വേറെ ആളുടെയും വീട്ടിൽ കുടികളിൽ പോകാനുള്ള ഒരു ആന്റിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അത് മതി തലവേദന. ചെറിയ ഫ്ലക്ച്വേഷൻ, ചെറിയ രീതിയിൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഏത് സാഹചര്യവും മൈഗ്രെയിൻ ഓൾറെഡി ഉള്ള പേഷ്യൻസിന് ആ രോഗാവസ്ഥ അധികരിക്കാൻ കാരണം അവരുടെ ബോഡി ആൻഡ് മൈൻഡ് ഈസ് ബിൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് അവർക്ക് വലിയ സെൻസിറ്റിവിറ്റി വന്നു. ആ സെൻസിറ്റിവിറ്റി എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായി. എങ്ങനെയാണ് മൈഗ്രെയിൻ എന്തുകൊണ്ട് വരുന്നു? അത് ആ പേഷ്യൻസ് ദേ ബോൺ വിത്ത് മൈഗ്രെയിൻ ആക്ച്വലി. പക്ഷെ അത് ഉടലെടുക്കുന്ന സാഹചര്യം വേറെ എപ്പോഴായിരിക്കും. 26 വയസ്സാകുമ്പോൾ ചിലപ്പോൾ മൈഗ്രെയിൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട്, വളരെ ഏർലി, വളരെ ചൈൽഡ്ഹുഡിൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ബേസ്ഡ് ഓൺ യുവർ ലക്ക് വെൻ ഇറ്റ് ഈസ് എക്സ്പ്രസിങ്, നമ്മളെ ഈ ജീൻസ് എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. സോ എനിവേ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് സെൻസിറ്റീവ് ആയ പേഷ്യൻസ് ആണ്. അവർക്ക് ഏത് സാഹചര്യവും തലവേദന ഉണ്ടാകും. ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ട്രിഗേഴ്സ് ഉണ്ടാകും. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ, ഒരുപാട് തലവേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തലവേദന കുറച്ച് കുറക്കാം. മൈഗ്രെയിനിൽ ഇപ്പം ഫ്രീക്വന്റ് എപ്പിസോഡ്സ് വരുമല്ലോ, അതായത് ഇപ്പൊ ഒരു ഓൾട്ടർനേറ്റ് ടൈമിൽ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ മൈഗ്രെയിനും പൊതുവെ കണ്ടുവരുന്നത്. അപ്പം അതിനൊരു എന്തൊക്കെ മുൻകരുതലുകൾ ഉണ്ടാക്കേണ്ടി വരും? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് മൈഗ്രെയിൻ പേഷ്യന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ ആദ്യം നോക്കുന്നതായി കുറച്ചുകൂടി നല്ലത്. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ തലവേദന ലക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ മൈഗ്രെയിൻ ഒരു രോഗാവസ്ഥയായതുകൊണ്ട് അതിന് അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. നമ്മൾ പല ആൾക്കാരെയും കണ്ട് മനസ്സിലാക്കുന്ന അവരുടെ ലക്ഷണം കണ്ടിട്ടാണ്. അതുപോലെ മൈഗ്രെയിൻ അതിൻ്റെതായ ലക്ഷണമുണ്ട്. എന്താണ് മൈഗ്രെയിന്റെ ലക്ഷണം? ഒരു ഭാഗത്ത് മാത്രം, തലയുടെ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ശക്തിയായ മിടിപ്പ് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് പെയിൻ. നമ്മൾ ആർട്ടറി നമ്മൾ സാധാരണ പൾസ് നോക്കാറുണ്ടല്ലോ, അപ്പൊ നമുക്കറിയാം കയ്യിൽ വന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മിടിക്കുന്ന തലവേദന, മിടിക്കുന്ന രീതിയിലുള്ള വേദന, അത് തലയുടെ ഒരു ഭാഗത്ത് മാത്രം വരാം. പക്ഷെ 2 ഭാഗത്തുണ്ടായാലും മൈഗ്രെയിൻ അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ മൈഗ്രെയിനിൽ കാണുന്നത് ഒരു ഭാഗത്ത്, തലയുടെ ഒരു ഭാഗത്ത് മാത്രം വരുന്ന മിടിക്കുന്ന തരത്തിലുള്ള പൾസേറ്റിംഗ് പെയിൻ. രണ്ടാമത്തെ കാര്യം യൂണിലാറ്ററൽ, ഞാൻ പറഞ്ഞു മിടിക്കുന്ന വേദന ഒരു ഭാഗത്ത് മാത്രം വരാം. മൂന്നാമത്തെ കാര്യം വളരെ സിവിയർ ആയിട്ടായിരിക്കും ഈ വേദന വരിക.
സാധാരണ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ തലവേദന വെച്ചുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതാവസ്ഥനെ വളരെ കൂടുതലായിട്ട് ഇതിനെ ബാധിക്കുന്നില്ല. പക്ഷേ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ പ്രൊഡക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. പോയി വല്ല ഇരുട്ടത്തിൽ കിടക്കാന്നല്ലാതെ അവർക്കൊരു സിനിമ കാണാനോ വീട്ടിൽ ആരെങ്കിലും വളരെ പതുക്കെ സംസാരിക്കാനോ അതുപോലെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെറിയൊരു വെളിച്ചം, എന്തെങ്കിലും പഠിക്കാന്നോ എന്തെങ്കിലും വായിക്കാന്നോ കുറച്ചു നേരം ഒരു തലവേദന പുറത്തുവരെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ വല്ല ഇരുട്ടത്തും പോയി ഒന്നും ശബ്ദമോ അതുപോലെ വെളിച്ചമോ കയറാത്തൊരു മുറിയിൽ പോയി അടച്ച് പുതച്ചുപൊടി കിടക്കാന്നല്ലാതെ അവർക്ക് വേറെ യാതൊരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ജീവിത സ്വൈര്യം കെടുത്തുന്ന ഒരു തലവേദനയെ മാറും. മോഡറേറ്റ് ടു സിവിയർ ഫോം ഓഫ് വേദനയായിരിക്കും, തലവേദനയായിരിക്കും മൈഗ്രെയിനിൽ കാണുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മള് ഇതിന്റെ കൂടെ ചില ആൾക്കാരെ നമുക്ക് ഓറ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് തലവേദന വരുന്ന സാഹചര്യം നേരത്തെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പല ആൾക്കാർക്കും. അതിന് ഓറ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, തലവേദന വരുന്നതിന് മുമ്പേ കണ്ണിന്റെ മുമ്പിൽ വളരെ മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ കാണാം. ചിലപ്പോ നമ്മൾ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഊട്ടിലേക്ക് പോയി വളരെ ദൂരത്ത് നിന്ന് മനോഹരമായി മഞ്ഞ് വിരിച്ച ഫോഗിയായിട്ടുള്ള പല കാര്യങ്ങൾ കാണാൻ പറ്റും, കാഴ്ചകൾ. ആ കാഴ്ചകൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിന് ഓറ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഓറ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി സൂചിപ്പിക്കുന്ന പല കാഴ്ചകളും പല എക്സ്പീരിയൻസസ് അവർക്കുണ്ടാവും. ഓറ എന്ന് പറയും. പല രീതിയിലായിരിക്കും. ചില ആൾക്കാർ ഫ്ലോട്ടേഴ്സ് ആയിരിക്കും. ഒരുപാട് വെളിച്ചം ഇങ്ങനെ മിന്നി മറയുന്ന പോലെ, നക്ഷത്രങ്ങളും മിന്നാമിനുകളും മുന്നിൽ പറക്കുന്ന പോലെ കാണും. ഓറ അതിന്റെ കൂടെ ഉണ്ടാവും. ഓറ ഇല്ലാതെയും തലവേദന വരാം, മൈഗ്രെയിൻ ഉണ്ടാവും. മൈഗ്രെയിൻ തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ടാവും, ഞാൻ പറയാതിനെ പറ്റി. ഇത് കൂടാതെ അതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് നോസിയ, വോമിറ്റിംഗ്, നമുക്ക് മനം പരട്ടൽ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ചില ആൾക്കാർ ഛർദ്ദിക്കും. ചില ആൾക്കാർ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയും. ചില ആൾക്കാർ തലവേദന കൂടും, അധികരിക്കും ഛർദ്ദിച്ചു കഴിഞ്ഞു. സോ ആ ഒരു രണ്ട് കാര്യം റിലീഫ് കിട്ടും. യെസ്. പിന്നെ അതിന്റെ കൂടെ ഉള്ള ഒരു കാര്യം ഇതാണ് ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്ന് പറയും. ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ പറ്റില്ല അവർക്ക്. ചെറിയ ശബ്ദത്തിൽ സൗണ്ട് സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഇത് രണ്ട് കണ്ടു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവർ തലവേദന ഭയങ്കര അധികരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ, നല്ലൊരു രോഗി, തലവേദന എന്തൊക്കെയാണെന്ന് ചോദിക്കും, ഈ സാഹചര്യം, ഈ ലക്ഷണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും ഇത് മൈഗ്രെയിൻ ആണ്. ഇതൊക്കെ ക്ലാസിക്കൽ ആയിട്ടുള്ള മൈഗ്രെയിന്റെ പ്രസന്റേഷൻ ആണ്. ഇതില്ലാതെയും വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സബ് ക്ലിനിക്കൽ പ്രസന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ തലവേദനയുടെ പ്രത്യേക ലക്ഷണം കണ്ടിട്ട് ഇന്ന രോഗം എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മൈഗ്രെയിന്റെ തലയിൽ വെക്കാറുണ്ട്. പല തലവേദനകളും ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയും ഇത് മൈഗ്രെയിൻ. സോ ഈ മൈഗ്രെയിന്റെ ഫ്രീക്വന്റ് എപ്പിസോഡ്സ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്ക് എങ്ങനെയൊക്കെയാണ് മുൻകരുതലുകൾ ഉണ്ടാക്കാൻ പറ്റുക? വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം മൈഗ്രെയിൻ വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം മൈഗ്രെയിൻ വന്നു കഴിഞ്ഞ് മരുന്ന് കഴിച്ച് അത് ഇല്ലാതാക്കാൻ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. വളരെ നല്ല ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. സാധാരണ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പല കാര്യങ്ങളും അവർക്ക് തലവേദന ഉണ്ടാക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് തലവേദന ഉണ്ടാവാനുള്ള സാഹചര്യം ഉറക്കമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു സ്ഥായിയായുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, വളരെ സ്ലീപ്പ് സൈക്കിൾ വളരെ എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യുന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തലവേദന ഉണ്ടാവും. അത് മൈഗ്രെയിൻ വരുന്ന പേഷ്യൻസ് അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ഉറക്കമാണ്. കാരണം ആ ഉറക്കത്തിൽ എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മൈഗ്രെയിൻ വരാം. ഒന്ന്. അപ്പോൾ ആ ശരിയായ ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം? കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേക്കാൻ ശ്രമിക്കുക. രാത്രി തന്നെ സ്ലീപ്പ് അവർക്ക് കിട്ടണം, അങ്ങനെയുണ്ടോ? ഏത് സമയത്താണ് അവർ ഉറക്കം വേണ്ടത് അവർക്ക് ആ സമയത്ത് അവർ ഉറക്കം കിട്ടിയിരിക്കണം. അവരെ ശീലിച്ചു വന്നിരുന്ന ഉറക്കം ഒരു ലെവലേസും പോലും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. ചില ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുമല്ലോ, ലൈക്ക് രാത്രിക്കത്തെ ഉറക്കം ഒഴിവാക്കിയിട്ട് രാവിലെ ഉറങ്ങുക, അങ്ങനെയൊക്കെ. അത് കൂടുതലും ഇവരെ സഹായിക്കാൻ സാധ്യതയില്ല. അവർ ഉറങ്ങാൻ ശ്രമിക്കും. ചിലപ്പോൾ ഈ തലവേദന ഉള്ള സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഉറക്കം വരണമെന്നില്ല. അപ്പൊ അവർ സാധാരണ തലവേദന ഇല്ലാത്ത സമയങ്ങളിൽ അവർ റുട്ടീനായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചില സമയത്ത് ആൾക്കാർ 8 മണിക്ക് കിടന്നുറങ്ങുന്ന ആൾക്കാർ, ചിലപ്പോൾ 11 മണിക്ക് ഇറങ്ങി കിടന്നുറങ്ങുന്നത്. അധികം വൈകാതെ തന്നെ ഉറങ്ങാൻ നോക്കുന്നതാണ് അഭികാമ്യം. മാത്രമല്ല ഉറക്കം കൃത്യസമയത്ത് ഉറങ്ങിയാൽ പോരാ, എഴുന്നേക്കുന്നതും കൃത്യമാണ്. കാരണം കൂടുതൽ ഉറങ്ങിയാലും തലവേദന ഉണ്ടാവും. അതുകൊണ്ട് നല്ലൊരു സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പലപ്പോഴും നമ്മൾ ഈ ഉറക്കം വരാതിരിക്കുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയെ നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും ഈ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷൻ എന്നുള്ള ഒരു സാധനം, മൊബൈൽ അഡിക്ഷൻ. അപ്പൊ ഈ മൊബൈൽ ഡീടോക്സ് വളരെ ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രോഗമാണ് നമ്മുടെ
മൈഗ്രെയിൻ. കാരണം നമ്മൾ എന്തെങ്കിലും വെളിച്ചമുള്ള സ്ക്രീനിലേക്ക് കുറെ സമയം നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പ് സൈക്കിൾ വളരെ പെട്ടെന്ന് ഡിസ്റ്റർബ് ആയി കാണാൻ പറ്റും. സോ ഈ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും വെളിച്ചമുള്ള സ്ക്രീനിലേക്കോ അത് ടി വി ആയാലും അല്ലെങ്കിൽ മൊബൈൽ ആയാലും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യസമയത്ത് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അരമണിക്കൂർ മുന്നേ നമ്മൾ ഇത് ഒഴിവാക്കണം. ഇതൊന്ന്. അപ്പൊ സ്ലീപ്പാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈറ്റിംഗ് ഹാബിറ്റ്. ഫുഡ്. ഫുഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണോ അഭികാമ്യമായിട്ട് തോന്നുന്നത് അവരുടെ ശരീരത്തിനെ ബാധിക്കാത്ത എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വളരെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു വയറിലോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവർക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തലവേദന ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഫുഡ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം ഈറ്റിംഗ് ഹാബിറ്റിൽ കൃത്യസമയം റുട്ടീൻ. ഈ ഒരു റുട്ടീനിസ്റ്റ് ആയിരിക്കണം. ഏറ്റവും നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് തലവേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. അധികം വൈകിയോ അല്ലെങ്കിൽ വളരെ നേരത്തെയോ ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതിപ്പോ നമ്മള് പിന്നെ കുതിരവട്ടം പൊക്കെ പറഞ്ഞ് ഒരു അട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെയാണ്. അപ്പോൾ എല്ലാ കാര്യവും അത് സ്ലീപ്പായാലും ഉറക്കമായാലും ഭക്ഷണശീലമായാലും കൃത്യത പാലിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എക്സസൈസ്. നമ്മുടെ ഒരു സെഡൻഡറി ഹാബിറ്റ്, നമ്മൾ കൂടുതൽ വ്യായാമമൊന്നും ചെയ്യാതെ ഒരേ സ്ഥലത്തിരുന്ന് വളരെ കൂടുതലും മൂവ് ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. വളരെ റെഗുലർ ആയിട്ട് നമുക്ക് ചിട്ടവെച്ച ചെറിയ ചെറിയ വ്യായാമങ്ങൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നടക്കാൻ ശ്രമിച്ചു ശരീരത്തിൽ നന്നായിട്ട് സ്വെറ്റ് ചെയ്ത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിസം നടക്കുന്നുണ്ട്, ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെന്റ് ചെയ്യാൻ വേണ്ടി അതൊന്ന് പുറത്തെ വിടാൻ വേണ്ടി നന്നായിട്ടൊന്ന് സ്വെറ്റ് ചെയ്താൽ വലിയൊരു കാര്യമായിരിക്കും. നല്ല ഹെവി ആയിട്ട് ബ്രീത്തിങ് വന്നു കഴിഞ്ഞാൽ സഹായിക്കും. സോ ഈ സ്വെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ ഒരു തലവേദന വരാതെ നമുക്കൊരു ടോൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വരാതിരിക്കാനല്ല, തലവേദന വരികയാണെങ്കിൽ ഒരു മൈഗ്രെയിൻ ഡയറി മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നല്ലതായിരിക്കും. മൈഗ്രെയിൻ ഡയറി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും മൈഗ്രെയിൻ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മറന്നുപോകും. കാരണം ഒരുപാട് കാലമായിട്ട് മൈഗ്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആഗന്തുക രോഗമല്ല. ആഗന്തുകം എന്ന് വെച്ചാൽ അക്യൂട്ടായിട്ട് വളരെ പെട്ടെന്ന് സഡൻ ഓൺസെറ്റിൽ വരുന്നില്ല. ജനറ്റിക് ആയിട്ട് ഒരുപാട് കാലമായിട്ട് നമ്മൾ സഹിക്കുന്നതാണ്. പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. പിന്നെ വീട്ടിൽ വന്നിട്ട് ആയിരിക്കും നമുക്ക് ഓർമ്മ വരാം, അയ്യോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നല്ലോ. അപ്പൊ അങ്ങനെ എപ്പോഴൊക്കെയാണ് തലവേദന വരുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ്, ഏത് ഭക്ഷണം കഴിച്ചാലാണ്, ഏത് സമയത്താണ് കൂടുതൽ തലവേദന വരുന്നത്, ഏത് ഭാഗത്താണ് കൂടുതൽ വരുന്നത്, അതിന്റെ കൂടെ എന്തൊക്കെയാണ് അസോസിയേറ്റ് ആയിട്ട് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഓരോ തലവേദനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴേക്കും നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു വിവരണം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം. പിന്നെ സ്ട്രെസ്, അത് പറയാതിരുന്നു കഴിഞ്ഞാൽ വലിയൊരു പാതകമായിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ട്രെസ്. മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ നിലനിർത്തേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി, ഇമോഷണൽ സെൻസിറ്റിവ് വളരെ കൂടുതലാണ്. അവർക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കാൻ വയ്യ. കാരണം വളരെയധികം ഹോമിനിച്ച് വളർത്തിയ ഘടകങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും എല്ലാ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒരു സെൻസിറ്റീവ് ആണ്. ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവരുടെ മാനസികാരോഗ്യം ഏതൊക്കെ തലത്തിൽ പോകുന്നു, എവിടേക്കാണ് അവർക്ക് ഡിസ്റ്റർബൻസ് വരുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരാതിരിക്കാൻ ഒരു പരിധി വരെ വരാതിരിക്കാൻ സാധിക്കും. സോ ഹോമിയോപ്പതിയിൽ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രോഗത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഹോമിയോപ്പതി എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഈ അടുത്ത 200 വർഷത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രോഗലക്ഷണങ്ങളുടെ സമൂഹത്തിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു രോഗി, നമ്മൾ നേരത്തെ പറഞ്ഞു മൈഗ്രെയിൻ വരുന്ന ഓരോ രോഗികൾക്കും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അവരെല്ലാ രീതിയിലും സെൻസിറ്റീവ് ആയിരിക്കും. ആ സെൻസിറ്റിവിറ്റി നമ്മൾ കണ്ടറിഞ്ഞിട്ട് ആ സെൻസിറ്റിവിറ്റി എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സെൻസിറ്റിവിറ്റി കുറക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിൽ മരുന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ഹോമിയോപ്പതി വളരെയധികം വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തലവേദന പൂർണ്ണമായിട്ടും മൈഗ്രെയിൻ ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഹോമിയോപ്പതിയിൽ. ആ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിൽ അത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വേദന ഇല്ലാതാക്കാൻ വേദന സംഹാരികളോ അല്ലെങ്കിൽ വാസോ ഡയലേഷന്റെ സമയത്ത് രക്തക്കുഴലുകളുടെ വികാസത്തിന്റെ സമയത്ത് തലവേദന ഉണ്ടാകുന്നത് കൊണ്ട് ഇതിനെ നേരത്തെ സങ്കോചിപ്പിച്ച് നിർത്തി തലവേദന പിടിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. പകരം ഓരോ മൈഗ്രെയിൻ പേഷ്യൻസും പുറത്തുവിടുന്ന ലക്ഷണ സമൂഹത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ തലവേദന വരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കപ്പ്, അവരുടെ ബോഡി മേക്കപ്പ്, അവരുടെ മെന്റൽ മേക്കപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന രീതിയിൽ മരുന്ന് കൊടുത്തിട്ട് ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ
ഒരു പരിധിവരെ ഹോമിയോപ്പതിക്ക് സാധിക്കും. സോ നമ്മുടെ ഈ അലോപ്പതിയിൽ ഓൾറെഡി മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ മൈഗ്രെയിന് വേണ്ടിയിട്ട്. സോ അവർക്ക് ഈ ഹോമിയോപ്പതിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യമാണോ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു ചിരകാലമായിട്ട് ഒത്തിരി നാളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യന്റ് ഹോമിയോപ്പതിയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ കേസ്, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ രോഗാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മരുന്ന് കൊടുത്തു തുടങ്ങും. ആ മരുന്ന് ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നതിന് കൂടെ തന്നെ ഇപ്പോഴുള്ള അലോപ്പതി മരുന്ന് കൊടുക്കാം. കാരണം സ്ഥായിയായിട്ടുള്ള ഒരു മരുന്ന് അലോപ്പതി ഇല്ല, മോഡേൺ മെഡിസിൻ ഇല്ല. അലോപ്പതി എന്നുള്ളത് വാക്ക് വളരെ തെറ്റായ വാക്കാണ്. മോഡേൺ മെഡിസിൻ ഇല്ല. മോഡേൺ മെഡിസിനിൽ നമ്മൾ കൊടുക്കുന്നത് ഈ വേദന സംഹാരികളാണ്. അപ്പൊ വേദന സംഹാരികളോ അല്ലെങ്കിൽ പ്രിവെന്റീവായിട്ട് കൊടുക്കുന്ന മെഡിസിൻ എല്ലാ ദിവസവും ഡെയിലി കഴിക്കേണ്ട ഒരു റുട്ടീൻ മെഡിസിൻ അല്ല. എപ്പോഴൊക്കെയാണോ വേദന ഉണ്ടാവുന്നത് അന്ന് കഴിച്ചാൽ മതി. പക്ഷെ എന്നാൽ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് എല്ലാ ദിവസവും തലവേദന ഉണ്ടാവണമെന്നില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ 2-3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തലവേദന, 1-2 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തലവേദനയായിരിക്കും. അപ്പൊ വന്നു കഴിഞ്ഞാൽ മാത്രമേ വേദന സംഹാരി കഴിക്കേണ്ട ആവശ്യമുള്ളൂ. തലവേദന ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നും അവർ മരുന്ന് കഴിക്കുന്നുണ്ടാവില്ല. എപ്പോഴൊക്കെയാണോ തലവേദന വരുന്നത് അപ്പോഴൊക്കെയാണ് മരുന്ന് കഴിക്കേണ്ടത്. അപ്പൊ ഹോമിയോപ്പതി മരുന്ന് എന്ന് പറയുന്നത് തലവേദന ഉള്ള സമയത്ത് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആ വ്യക്തിയുടെ വ്യക്തിയാധിഷ്ഠിതമായ ലക്ഷണ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഉതകുന്ന രീതിയിലുള്ള ഒരു മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തലവേദന ഇല്ലാത്ത സമയത്തും ആ മരുന്ന് കഴിക്കേണ്ടത്. അപ്പൊ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ അവർക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. കാരണം ഈ ഒരു തലവേദന ആഗന്തുക രോഗമല്ല, നിജരോഗമാണ്. ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ക്രോണിക് ഡിസീസാണ്. അപ്പൊ ഡിസീസ് ഉണ്ടാകുമ്പോൾ ഒത്തിരി നാളെടുക്കും, ചിലപ്പോൾ ഒരു 6 മാസം എടുക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇത്രയും നാളും മരുന്ന് കഴിച്ചിട്ട് അവരുടെ സെൻസിറ്റിവിറ്റിക്ക് കുറച്ച് ആൾട്ടർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ശക്തമായ തലവേദന വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം തലവേദന നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. മൈഗ്രെയിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രൊപ്പഗൻഡ അതാണ്. മൈഗ്രെയിൻ എന്നത് സഹിക്കേണ്ടതല്ല, ചികിത്സിക്കേണ്ടതാണ്. അപ്പൊ എപ്പോഴൊക്കെയാണോ വേദന ഹോമിയോപ്പതി മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോപ്പതി ഇപ്പൊ മോഡേൺ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ വേദന എപ്പോഴാണോ കൂടുന്നത് ആ സമയത്ത് ഉപയോഗിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാലക്രമേണ ഹോമിയോപ്പതി മെഡിസിൻ അവരുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കുകയും അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരികയും ചെയ്യുന്ന സമയത്ത് ഈ ഉപയോഗിക്കുന്ന പെയിൻ കില്ലേഴ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ക്രമേണ രണ്ടും ഒരുമിച്ച് പോവാം. ക്രമേണ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ ആക്ട് ചെയ്യുന്നത് കണ്ടതിന് ശേഷം ഇതിന്റെ യൂസേജ്, അതിന്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരാൻ പൂർണ്ണമായിട്ടും നിർത്താൻ പറ്റുമെന്നാണ്. അപ്പൊ പൊതുവെ ഈ തലവേദന വരുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഇപ്പൊ ChatGPT അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെറിയ തലവേദന പോലും ക്യാൻസർ തലവേദനയാണ് എന്നൊക്കെ വെറുതെ അസ്യൂം ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഈ നോർമൽ തലവേദനയും അതുപോലെ ക്യാൻസർ തലവേദനയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ തന്നെ തലവേദന 2 തരത്തിലുണ്ട്. ഒരു രോഗത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് തലവേദന വരാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെ സ്ഥായിയായിട്ടുള്ള ഒരു തലവേദന രോഗമായിട്ട് അത് പ്രസന്റ് ചെയ്യാം. ഈ തലവേദന ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഒരു രോഗമാണ് ഈ തലച്ചോറിൽ വരുന്ന മുഴകൾ, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമേഴ്സ്. അതിന്റെ ഫ്രീക്വൻസി അത്ര വലുതൊന്നുമല്ല. എല്ലാവർക്കും തലവേദന വന്നുകൊണ്ട് ഇത് ക്യാൻസർ കൊണ്ടാണോ, ബ്രെയിനിലെ ക്യാൻസർ കൊണ്ടാണോ അല്ലെങ്കിൽ മുഴ കൊണ്ടാണോ ഈ തലവേദന നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഈ ഗ്ലയോമ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള തലവേദന കൂടുതലായിട്ടും വരുന്ന പ്രായം കൂടുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഈ ട്യൂമർ വരാം. ചെറിയ ആൾക്കാരിലും വരാം. കാരണം ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഈ റേഡിയേഷൻ വരുന്ന പല ഗാഡ്ജറ്റ്സും മൊബൈൽ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയേഷൻ കൊണ്ട് ഒരു പക്ഷേ നേരത്തെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവാം. അപ്പോ ഇവിടെ രോഗലക്ഷണമായിട്ട് ഒരു തലച്ചോറിൽ വരുന്ന മുഴയുടെ ഭാഗമായിട്ട് തലവേദന വരുവാണെങ്കിൽ അതിൻ്റെതായ രോഗലക്ഷണങ്ങളുണ്ട്. സാധാരണ അതൊരു വല്ലാത്ത ഡൾ ഏക്കിംഗ് പെയിൻ ആയിരിക്കും. നമ്മളിപ്പോൾ മൈഗ്രെയിനിൽ പറഞ്ഞ തലവേദന പലപ്പോഴും മിടിക്കുന്ന തലവേദന എന്ന് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്. മറ്റൊന്ന് ഒരു ഭാഗത്ത് മാത്രം പാർശ്വീകരിച്ച തലവേദനയാണ്, ഒരു ഭാഗത്ത് മാത്രമാണ് തലവേദന വരിക. പക്ഷെ ഈ ട്യൂമർ കാരണം വരുന്ന തലവേദന വളരെ ഏക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. നമുക്ക് തലവേദന എന്ന് പറയില്ലേ, നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു രീതിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ കടച്ചൽ എന്നൊക്കെ പറയും ചില ആൾക്കാർ. ആ രീതിയിൽ വരുന്ന ഒരു തലവേദന ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം, രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും ഈ തലവേദന, ഈ ബ്രെയിൻ ട്യൂമർ കാരണം. അപ്പോൾ അവർക്ക് വരുന്ന തലവേദന രാത്രി ഒരു നമ്മൾ ഉറക്കം ഏകദേശം പാതിയാവുമ്പോൾ മെല്ലെ തലവേദന അധികരിച്ച് നമ്മൾ വെളുപ്പം കാലത്തേക്ക് എഴുന്നേക്കും. ഒരു 2 മണി 3 മണിക്ക് സമയത്ത് നമുക്ക് എഴുന്നേക്കും. പിന്നെ മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ തലച്ചോറിലെ മുഴ വളരും തോറും അതിന് കണ്ണില് നമ്മുടെ കാഴ്ചക്ക് ചെറിയ വ്യത്യാസം, പാപ്പിലറിമയൊക്കെ വന്നിട്ട് കണ്ണിൽ ഹേസിനെസ്സും കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തലച്ചോറില് ഈ ട്യൂമർ കാരണമാണ് തലവേദനയെങ്കിൽ അതിന്റെ കൂടെ മറ്റു പല പ്രശ്നങ്ങൾ, നമ്മുടെ ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. ഇപ്പോൾ തലച്ചോറിൽ മുഴ വരുന്ന ഭാഗത്ത് എന്താണോ അത് നിയന്ത്രിക്കുക, ഏത് ഭാഗമാണോ ശരീരത്തിൽ നിയന്ത്രിക്കുന്നത് അവിടെ നിന്ന് ചെറിയൊരു സീജേഴ്സും കാര്യങ്ങൾ ഫിറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെ കൂടി വരുമ്പോഴാണ് നമ്മൾ എന്തിനെ ചിന്തിക്കുന്നത്, ഒരു ബ്രെയിൻ ട്യൂമറിനെ ചിന്തിക്കുന്നത്. മാത്രമല്ല ബ്രെയിൻ ട്യൂമർ കാലക്രമേണ കൂടി വരും. ഇപ്പോ
മൈഗ്രെയിനിൽ നമുക്ക് തലവേദന ഇന്റൻസിഫൈഡ് ആണ്. 2 ദിവസത്തേക്ക് നമുക്ക് ഒരു ശരണവുമില്ല. വേദന കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. മൂടിപ്പൊതിച്ച് കിടക്കുന്നില്ല, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. വേദന സംഹാരിക്കുന്ന ചിലപ്പോൾ തന്നെ വ്യത്യാസം വരും. 2 ദിവസത്തേക്ക് നീണ്ടു നിൽക്കും. പിന്നെ കുറച്ച് കാലത്തേക്ക് തലവേദന ഇല്ല. പക്ഷേ ബ്രെയിൻ ട്യൂമർ സംബന്ധിച്ച് തലവേദന തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചായിട്ട് കൂടിക്കൊടുക്കും. മിക്ക ദിവസങ്ങളും ഈ തലവേദന ഉണ്ടാവും. ബ്രെയിൻ ട്യൂമർ എപ്പോഴാണ് എടുത്തു കളയുന്നത് എന്നാൽ തലവേദന നിൽക്കുകയും ചെയ്യും. സോ ആ രീതിയിലാണ് ഇതിന്റെ 2 വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ സാറിന്റെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്കൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതിന് സർ വെരി മച്ച് താങ്ക് യു ഫോർ ദാറ്റ്.